മുനമ്പം വേളാങ്കണ്ണി പള്ളി വികാരി ആന്റണി തറയിലച്ച നമ്മളോടൊപ്പം ചേരണം. അച്ഛാ, വലിയൊരു പ്രതീക്ഷയോടെയായിരുന്നു ഈ ഒരു ദിവസത്തെ നിങ്ങൾ നോക്കിക്കണ്ടത്. മുനമ്പം ജനത മുഴുവനായിട്ട് സർക്കാരിൽ നിന്ന് പൂർണ്ണമായ ഒരു ശാശ്വത പരിഹാരം ഇന്നേ ദിവസം ഉണ്ടാകുമെന്ന് തന്നെ നിങ്ങൾ ആഗ്രഹിച്ചു. നിങ്ങളുടെ പ്രതീക്ഷകൾ തെറ്റിയോ? തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രതീക്ഷകൾ തെറ്റി. ഞങ്ങൾ ഒത്തിരി പ്രതീക്ഷിച്ചിരുന്നതാണ്. മാത്രമല്ല, മുഖ്യമന്ത്രിയോട് സംസാരിച്ചപ്പോഴും പ്രതീക്ഷകൾക്ക് കൂടുതൽ ഒരു ഊർജ്ജം നൽകുന്ന പോലെയാണ് മുഖ്യമന്ത്രി അന്ന് സംസാരിച്ചത്. പക്ഷേ ഇന്ന് അവരുടെ തീരുമാനം കേട്ടപ്പോൾ തീർച്ചയായിട്ടും നിരാശപ്പെടുത്തുന്ന ഒരു തീരുമാനമാണ് ഞങ്ങൾ കേട്ടത്. അന്ന് മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്ന വാക്കുകൾ അത് തീർത്തും പ്രതീക്ഷ നൽകാത്തൊരു വാക്കുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അങ്ങനെയാണോ? തീർച്ചയായിട്ടും ഇത് ഒരു കമ്മീഷൻ വെച്ച് നീണ്ടുപോകേണ്ട ഒരു കാര്യമല്ല. രണ്ടാമതായിട്ട് ഇതിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു പുതുമയായിട്ട് ഒന്നുമില്ല. അതെങ്കിലും ആളുകളെ കുടിയിറക്കുകയില്ല. 125 വർഷങ്ങളോളം ഇവിടെ ജീവിച്ച ആളുകൾ എങ്ങനെ കുടിയിറങ്ങാൻ പറയും? മാത്രമല്ല, പണം കൊടുത്ത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിന് ടാക്സ് കൊടുത്തു ആധാരം ചെയ്ത ഭൂമി എല്ലാം നിയമപരമായിട്ട് ചെയ്തിട്ട് എങ്ങനെ കുടിയിറക്കാൻ സാധിക്കും? തീർച്ചയായിട്ടും അതവിടെ പറയേണ്ട ആവശ്യമില്ല. ഈ പന്തലിൽ വരുന്ന ഓരോ വ്യക്തിയും പറയുന്നൊരു കാര്യമാണ് നിങ്ങളാരും കുടിയിറക്കാൻ വിടുകയില്ലെന്ന്. അതിലൊരു പുതുമയില്ല. രണ്ടാമതായിട്ട് നോട്ടീസ് കൊടുക്കുന്ന കാര്യങ്ങൾ, നോട്ടീസ് കൊടുക്കുന്നത് ചില വ്യാപാര സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇവിടുത്തെ സാധാരണ തൊഴിലാളികൾക്ക്, മത്സ്യത്തൊഴിലാളികൾക്ക് ആർക്കും തന്നെ നോട്ടീസ് കിട്ടിയിട്ടില്ല. മൂന്നാമതായിട്ട് കരമടയ്ക്കുന്ന കാര്യം, കരമടയ്ക്കുന്നതിൽ ആദ്യം അത് അനുവദിച്ചു, വീണ്ടും സ്റ്റേ ഓർഡർ വന്നു. ഒരു നിസ്സഹായ അവസ്ഥയാണ് ഗവൺമെന്റിന് അന്നുണ്ടായത്. ഇന്നുള്ളത് അതുതന്നെയാണ് ഞാൻ കാണുന്നത്. നാലാമതായിട്ട് ഒരു ജുഡീഷ്യൽ കമ്മീഷൻ വെച്ചിരിക്കുന്നത്. ഇത് പറയുമ്പോൾ തന്നെ വഖഫ് എന്ന നിയമത്തിന്റെ മുമ്പിൽ ഒരു നിസ്സഹായ അവസ്ഥയാണ് ഞാൻ കാണുന്നത്. മന്ത്രിക്ക് പോലും പറയുന്നു ഞങ്ങൾക്ക് വഖഫ് ബോർഡിന് ഡയറക്ഷൻ മാത്രമേ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഇതിന്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് ഈ വഖഫ് നിയമം തന്നെയാണ്. വഖഫ് നിയമവും ഇന്ത്യൻ ഭരണഘടനയും ഒരുമിച്ച് പോകാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വഖഫ് നിയമം ഉള്ളത് കൊണ്ടാണ് ഇത്രയും അധികാരത്തിലുള്ളവർ പോലും നിസ്സഹായ അവസ്ഥയിലായിരിക്കുന്നത്. ഇനി ജുഡീഷ്യൽ കമ്മീഷൻ വെച്ച് ഇനി അത് എത്ര കാലം നീണ്ടുപോകുമെന്ന് അറിയില്ല. 3 മാസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ എല്ലാ കമ്മീഷൻസിനും ഒരു പരിധിയില്ല, അതിങ്ങനെ നീണ്ടുപോയിക്കൊണ്ടേയിരിക്കും. അത്രയും കാലം ഇവരിവിടെ കിടന്ന് കഷ്ടപ്പെടും. രണ്ടാമതായിട്ട് പണം കൊടുത്ത് ആധാരം ചെയ്ത ഭൂമിക്ക് ആരാണ് ജുഡീഷ്യൽ കമ്മീഷൻ വെച്ച് ചെക്ക് ചെയ്യുന്നത്? അന്ന് റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് ഇതൊന്നും ചിന്തിക്കാൻ പറ്റിയില്ല. കാരണം ഇത് വഖഫ് ഭൂമിയാണെങ്കിൽ അന്ന് അവർ ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടതായിരുന്നു. എല്ലാവർക്കും അന്ന് ആധാരം ചെയ്തു കൊടുത്ത് ഇത്രയും 10, 20, 30 വർഷങ്ങളോളം കരം സ്വീകരിച്ച് ഒരു ദിവസം വഖഫ് എന്ന നിയമം കൊണ്ട് വഖഫ് ബോർഡ് വന്ന് ഈ ഭൂമി അവരുടേതാണെന്ന് ഉന്നയിക്കുമ്പോൾ ഇവിടെ എല്ലാവരുടെയും ഉടമസ്ഥാവകാശം നഷ്ടപ്പെടുകയാണ്. ഇത് ഇന്ത്യയാണ്, ഭാരതമാണ്, ഇവിടെ ജനാധിപത്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യം പറയുന്ന സ്ഥലത്ത് ഇവിടെ എവിടെയാണ് ന്യായമുള്ളത്, നീതിയുള്ളത്, ധർമ്മമുള്ളത്? അതുകൊണ്ട് തീർച്ചയായിട്ടും ഒത്തിരി വേദനിപ്പിക്കുന്ന ഒരു തീരുമാനമാണ് ഇന്ന് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ എല്ലാവരും വളരെ ശക്തമായിട്ടാണ് പ്രതികരിക്കുന്നത്. നമ്മുടെ സമര രീതികൾ ഇനി മുന്നോട്ട് തന്നെ പോവുകയും ചെയ്യും. സർക്കാർ 3 മാസത്തിനകം റിപ്പോർട്ട് തരണമെന്ന് പറയുന്നുണ്ട്. ശാശ്വത പരിഹാരം സർക്കാർ ഇവിടെ നോക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ നികുതി അടക്കാനുള്ള കാര്യങ്ങളിലെല്ലാം സ്റ്റേ ചെയ്യുന്ന കാര്യം പരിശോധിക്കുന്നു, നികുതി സ്റ്റേ ഒഴിവാക്കാനായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു സർക്കാരൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും സർക്കാർ ഒരു വഖഫ് ബോർഡിൻ്റെ അല്ലെങ്കിൽ വഖഫ് എന്ന് പറയുന്ന നിയമത്തിൽ കളിപ്പാട്ടമായി മാറി എന്നതല്ലേ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു തീരുമാനവും അതിനോടനുബന്ധിച്ച് സർക്കാരും മന്ത്രിമാരൊക്കെ നടത്തിയ ഈ ഒരു പത്രസമ്മേളനത്തിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്? തീർച്ചയായിട്ടും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 77 വർഷങ്ങളാകുമ്പോൾ വി ഹാവ് ടു റീതിങ്ക്. നമ്മൾ ചിന്തിക്കാൻ തുടങ്ങണം. ചില നിയമങ്ങൾ യോജിച്ചതല്ല. തീർച്ചയായിട്ടും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടി ചില നിയമങ്ങൾ ഉണ്ടാക്കി. പക്ഷേ ഇന്ന് മതേതര ഇന്ത്യയിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒരുമിച്ച് പോകണമെങ്കിൽ നമ്മുടെ ഭരണഘടനയാണ് നമ്മൾ എപ്പോഴും അതിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വയ്ക്കുന്നത്. അതിനുപരിയായിട്ട് ഒരു നിയമം എല്ലാവരെയും നിയന്ത്രിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇത് മാറ്റേണ്ട ഒരു സമയമായിരിക്കുകയാണ്. അത് എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് വന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് വലിയൊരു അപകടത്തിലേക്ക് തന്നെയാണ് നമ്മെ നയിക്കുന്നത്. മുഖ്യമന്ത്രി സമരക്കാരെ നേരിട്ട് കാണുമെന്ന് പറയുന്നുണ്ട്. അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? കാണുന്നത് നല്ല കാര്യം. കാരണം നമ്മൾ എല്ലാ ചർച്ചയ്ക്കും നമ്മളെപ്പോഴും ഓപ്പണായിട്ട് തന്നെ നിൽക്കുകയാണ്. ചർച്ച ചെയ്ത് നമുക്ക് കാര്യങ്ങൾ പരിഹരിക്കണം. അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ചർച്ച ചെയ്യുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ശാശ്വതമായ ഒരു പരിഹാരമാണ്. ആ പരിഹാരം ഉടനെ തന്നെ കിട്ടണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്.